ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡുമായുള്ള അവസാന റൗണ്ട് പോരാട്ടത്തിന് കച്ചമുറുക്കുകയാണ് ടീം ഇന്ത്യ. ഞായറാഴ്ച പകലും രാത്രിയുമായാണ് ഇന്ത്യയും കിവികളും തമ്മിലുള്ള ഗ്രൂപ്പ് എയിലെ അവസാന അംഗം. ഇരു ടീമുകളും ഇതിനോടകം സെമി ഫൈനൽ ബർത്ത് ഉറപ്പാക്കിയതിനാൽ ഗ്രൂപ്പ് എയിലെ വിജയികളെ തീരുമാനിക്കുക ഈ മത്സരമായിരിക്കും. സെമി ഫൈനലിന് മുമ്പ് ബെഞ്ച് നിരയിലുള്ളവരെ പരീക്ഷിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് ലഭിക്കുന്ന അവസാനത്തെ അവസരം കൂടിയായിരിക്കും ഈ പോരാട്ടം. ഇന്ത്യൻ പ്ലേയിങ് ലെവലിൽ ആരൊക്കെയാണെന്ന് വേണ്ടതെന്ന കാര്യത്തിൽ 4 ചോദ്യങ്ങൾ രോഹിത്തിനെ കുഴപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പരിചയസമ്പന്നരായ മുഹമ്മദ് ഷമിയാണ് ഇന്ത്യൻ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ ന്യൂസിലൻഡിനെതിരെ അദ്ദേഹത്തിനു പകരം യുവ ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗിനെ കളിപ്പിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു. T20യിൽ മിന്നുന്ന ഫോമിൽ പന്തെറിയുന്ന അദ്ദേഹം ഏകദിനത്തിൽ തീർച്ചയായും അവസരം പ്രതീക്ഷിക്കുന്നു. ഷമിയും അർഷദീപുമാവും ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് പേസർ എന്നായിരുന്നു ടൂർണമെന്റിന് മുമ്പ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ അർഷദീപിന് പകരം ഹർഷിത് റാണയ്ക്കാണ് അവസരം ലഭിച്ചത്. അദ്ദേഹം ഇത് ശരിക്കും മുതലാക്കുകയും ചെയ്തു. 150-നടുത്ത് വേഗതയിൽ പന്തെറിഞ്ഞ താരം 4 വിക്കറ്റുകളും എടുത്തു. പരിക്ക് ഭേദമായാണ് അടുത്തിടെ ഷമി തിരിച്ചെത്തിയത്. ഇത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിലും പ്രകടമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിനിടെ ചെറുതായി പരിക്കേറ്റ ഷമിക്ക് കോട്ട പൂർത്തിയാക്കാനുമായില്ല. ഈ കാരണത്താൽ ന്യൂസിലൻഡിനെതിരെ അർഷദീപിനെ ടീമിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കും. ടൂർണമെന്റിൽ ഇനിയും അവസരം ലഭിച്ചിട്ടില്ലാത്ത ഇടങ്കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ ന്യൂസിലൻഡിനെതിരെ പരീക്ഷിക്കണമോ എന്നതാണ് മറ്റൊരു സംശയം. രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലുമായിരുന്നു കഴിഞ്ഞ 2 കളിയിലും ടീമിന്റെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാർ. ന്യൂസിലൻഡ് ടീമിൽ 5 ഇടങ്കയ്യൻ ബാറ്ററുണ്ട്. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണിന് കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനായേക്കും. പക്ഷേ അദ്ദേഹത്തെ കളിപ്പിച്ചാൽ ആരെ പുറത്തിരുത്തുമെന്നാണ് ചോദ്യം. ജഡേജയ്ക്കായിരിക്കും ഒരുപക്ഷെ ഈ ഇന്ത്യ വിശ്രമം നൽകുക. വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ ന്യൂസിലൻഡുമായുള്ള പോരാട്ടത്തിൽ പരീക്ഷിക്കുമോ എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള 3ാമത്തെ ചോദ്യം. KL രാഹുലിനാണ് കഴിഞ്ഞ 2 കളിയിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോൾ ഇന്ത്യ നൽകിയത്. പക്ഷേ ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ 2 കളിയിലും കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഋഷഭിനെ പരീക്ഷിച്ചു നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ. ഏകദിനത്തിൽ രാഹുലിനോളം സ്ഥിരത പുലർത്തുന്ന ബാറ്ററല്ല അദ്ദേഹം. പക്ഷേ തന്റേതായ ദിവസങ്ങളിൽ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കാൻ ഋഷഭിന് കഴിയും. മാത്രമല്ല സ്ട്രൈക്ക് റേറ്റിലും ഋഷഭാണ് മുൻപിൽ. പക്ഷേ രാഹുലിന് പകരം ഋഷഭിനെ പുറത്തിരുത്തുന്നത് സെമിയിൽ ഇന്ത്യക്ക് തിരിച്ചടിയായേക്കും. ബാറ്റിംഗിൽ അദ്ദേഹത്തിന് ഇനിയും വേണ്ടത്ര അവസരം ലഭിച്ചിട്ടില്ല. ഇക്കാര്യം പരിഗണിക്കുമ്പോൾ രാഹുലിന് പകരം ഋഷഭിനെ കളിപ്പിക്കുന്നതും മണ്ടത്തരമായേക്കും. 2 പേരെയും ഒരുമിച്ച് ഇറക്കിയാൽ അതാവും ടീമിന് ഗുണം ചെയ്യുക. മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ ന്യൂസിലാൻഡിനെതിരെ പരീക്ഷിക്കുമോ എന്നതാണ് അവസാനത്തെ വലിയ ചോദ്യം. അദ്ദേഹത്തിന് പകരം കുൽദീപ് യാദവിനെയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇറക്കിയത്. ഒരു കളിയിൽ നിരാശപ്പെടുത്തിയെങ്കിലും പാകിസ്ഥാനെതിരെ അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തുകയും ചെയ്തു. T20യിൽ വിക്കറ്റുകൾ വാരിക്കൂട്ടി തകർപ്പൻ ഫോമിലുള്ള വരുൺ തീർച്ചയായും ഒരു അവസരം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനെതിരെ താരത്തെ ഇന്ത്യക്ക് കയറൂരി വിടാവുന്നതാണ്. എന്നാൽ കുൽദീപിന് പകരം വരുണിനെ കൊണ്ടുവരുമോ എന്നത് കണ്ടു തന്നെ അറിയണം.